വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ANIOS ഡാറ്റ എൻട്രി ഓപ്പറേഷൻ സബ്ജക്ട് കോഡ് 632. അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിന്റെ ഉത്തരങ്ങളുമാണ്. തൊട്ടു മുൻപുള്ള പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 2024 ഏപ്രിലും അതുപോലെ തന്നെ 2023 ഒക്ടോബറിലും സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മുൻപുള്ള വർഷങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. മെയിൻലി ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ സ്ഥിരമായിട്ട് ഈ ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ സബ്ജക്ട് കോഡ് 632 ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയമുണ്ട്, സിലബസിൽ ഈ ഒരു സബ്ജക്റ്റിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632 ഒരു ചേഞ്ച് വന്നിട്ടില്ല. പ്രാക്ടിക്കല് 70 മാർക്കിനും തിയറി 30 മാർക്കിനുമാണ് വരുന്നത്. തിയറി 30 മാർക്കിനും പ്രാക്ടിക്കൽ 70 മാർക്കിനുമാണ് 632 സബ്ജക്ട് കോഡിൽ വരുന്നത്. ഇത് സിലബസിൽ കഴിഞ്ഞ വർഷം സിലബസിൽ മാറ്റം വന്നപ്പോൾ ഈ ഒരു വെക്കേഷൻ സബ്ജക്റ്റിൽ മാറ്റം വന്നിട്ടില്ല. ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ സബ്ജക്ട് കോഡ് 336 സിലബസുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ വെട്ടിക്കുറക്കലുകളും മറ്റും ഉണ്ടായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റിൽ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. നോ ചേഞ്ച്. അതാദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632മായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. പഴയ സിലബസും പുതിയ സിലബസും ഒക്കെ ഒന്ന് തന്നെയാണ്. സിലബസിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632 വന്നിട്ടില്ല. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വേണോ? വേണ്ട. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക്സ് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, അത്തരം വീഡിയോകൾ എന്താണ്, മുൻ വർഷ ചോദ്യ പേപ്പറിൽ സ്ഥിരമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് ദ ഗിവൻ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദി ഗിവൻ ഇൻഫർമേഷൻ. അല്ലേ, നമ്മൾ എന്ത് ചെയ്ത് സോൾവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈഫ് x1 ഈക്വൽ ടു, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. 2 മാർക്കാണുള്ളത്. 2 മാർക്കാണ് ഇത്തരം ക്വസ്റ്റ്യൻ ഉള്ളത്. എയും ബിയും ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ് വരിക. അല്ലെ, ഈഫ് x1 ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ എന്താണ്? x1ന്റെ വാല്യൂ 25 ആണെങ്കിൽ y1 ഈക്വൽ ടു 6, y1ന്റെ വാല്യൂ 6 ആണ്, z1ന്റെ വാല്യൂ 3 ആണ്, ആൻഡ് w1ന്റെ വാല്യൂ 4 ആണ്. ഈ പറഞ്ഞതൊക്കെ ആണെങ്കിൽ, അഥവാ x1ന്റെ വാല്യൂ 25, y1ന്റെ വാല്യൂ 6, z1ന്റെ വാല്യൂ 3, w1ന്റെ വാല്യൂ 4, ഇത്രയും കാര്യങ്ങളാണ്. അതിന് താഴത്ത് എന്താണ്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ഇൻറ്റു y1 മൈനസ് z1 പ്ലസ് w1. എന്താണ്? x1 ഇൻറ്റു y1 മൈനസ് z1 പ്ലസ് w1 എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് എന്ത് ചെയ്യാം, എന്റെ ആൻസർ ചർച്ച ചെയ്തിട്ട് മാത്രം ബിയിലേക്ക് വരാം. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? x1ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താണ്? 25 ഇൻറ്റു y1ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്താണ്? 6. പിന്നെ മൈനസ് z1 എത്ര? 3 പ്ലസ് w1 എത്ര? 4. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെ, അതിന്റെ x1ന്റെ വാല്യൂ എന്താ ചെയ്യുക? 25 ആയതുകൊണ്ട് 25 ഇൻറ്റു y1ന്റെ വാല്യൂ 6 ആയതുകൊണ്ട് എന്താണ് ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുന്നത് 25 ആണ് x1 ഇൻറ്റു y1 എത്രയാ വരുന്നത്? 6 ഇൻറ്റു പിന്നെ വരുന്നത് എന്താണ്? 6 കഴിഞ്ഞിട്ട് എന്താണ്? 6 കഴിഞ്ഞിട്ട് മൈനസ് ആണ്. മൈനസ് z1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. 3 പ്ലസ്
പിന്നെ വരുന്നത് എന്താണ് W1, അപ്പൊ എന്താണ് 4 അങ്ങനെ വരും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് ലെവലാക്കിയാൽ മാത്രം മതി. അപ്പൊ ആൻസർ നോക്കാം. ഇതാണ് നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ എങ്ങനെ വരുന്നത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് പറഞ്ഞത്, സൊല്യൂഷൻ ആണ്. എന്റെ സൊല്യൂഷൻ വരുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സംഗതി എഴുതിയെടുക്കുക. പിന്നെ അതിന്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ x1ന്റെ വാല്യൂ y1ന്റെ വാല്യൂ എന്ത് ചെയ്യുക, എക്സ്പ്രഷൻസ് ഒക്കെ അതേപോലെ കൊടുക്കാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണ്, ഇവിടെ അഡിഷൻ അതേപോലെ കൊടുത്തു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്തരം ക്രിയകൾ കിട്ടുമ്പോൾ ഇതിൽ എന്താ ഉള്ളത്, മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിഷൻ ഇല്ല, അഡീഷൻ സബ്സ്ട്രാക്ഷൻ. ഇത്തരം കേസിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ, ഡിവിഷൻ ഇല്ല. പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്യാം. 25 × 6 എന്ന് പറയുമ്പോൾ 150 ആണ് കിട്ടുക. പിന്നെ എന്ത് ചെയ്യാം, 150 - 3 147. അതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 4 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 151 കിട്ടും. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 151 ആണ്. ഈ പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ചോദ്യം പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഏത് ബി. Given P1 = 8, Q1 = 2, R1 = 10 and S1 = 5. Compute the result of the expression. അല്ലേ, compute the result of the expression. എന്താ പറഞ്ഞത്, ഇതാണ് അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, P1 + Q1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ S1. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ബോർഡ് മാസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ആദ്യം എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യാം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. ബ്രാക്കറ്റ് ഓപ്പൺ, പിന്നെ ഇത് വരുന്നത് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ആ ഓർഡറിലാണ് നമ്മൾ വരേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്, ബ്രാക്കറ്റിലുള്ളത് എന്താ, P1 + Q1 എന്നുള്ളതാണ് അല്ലെ. P1 + Q1 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, P1ന്റെ വാല്യൂ എത്രയാണ്, ഇവിടെ തന്നിട്ടുണ്ട് 8 + Q1 എത്രയാണ് 2. ബ്രാക്കറ്റ് ഓപ്പൺ ഇൻറ്റു ചിഹ്നം ഇട്ടെടുത്തു. പിന്നെ എന്തുള്ളത്, R1ന്റെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ പിന്നെ S1 = 5. ഇതാണ് വരുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 8 + 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5. അതാണ് ആ വാല്യൂ. അതേപോലെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. P1ന്റെ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, Q1ന്റെ വാല്യൂ ചെയ്തു. അങ്ങനെ ഓരോന്നിന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അല്ലെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഒഴിവാക്കാം അല്ലെ, ഓൾറെഡി ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 8 + 2 ആണ്. 8 + 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 10 കിട്ടും. പിന്നെ അപ്പൊ എന്ത് ചെയ്യാ, ബ്രാക്കറ്റ് പോയി. പിന്നെന്താണ്, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ഹരിക്കണം അല്ലെ, 10/5 = 2 അല്ലെ. 5 × 2 ആണ് 10 അല്ലെ. 10 എത്ര, 5 എന്നുള്ള 2. 10 × 2 20 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം സ്ക്രീനിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. സ്ക്രീനിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കിക്കോളി. അതാണ് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത് അത് എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1ന്റെ വാല്യൂ അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചിഹ്നങ്ങളും കാര്യങ്ങളും അതേപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെന്താണ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അപ്പൊ അത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. 8 + 2 = 10. പിന്നെ എന്താ വരുന്നത്, ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുന്നത് 10/5 = എന്താ വരുന്നത് 2. 10/5 = 2 ആണ് വരുന്നത്. പിന്നെന്താ വരുന്നത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10 × 2 = 20. ഇതാണ് നമുക്ക് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഓപ്പറേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.